നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ജില്ലയിലെ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് സമരം ആരംഭിച്ചു. ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പരാജയം. വ്യാഴാഴ്ച വീണ്ടും ചർച്ച. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണനെ മാറ്റാൻ ശ്രമം. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. മാടായിക്കോട്ട ഇനി എത്ര കാലം? അനിയന്ത്രിതമായ കുന്നിടിക്കലാണ് ഈ ചരിത്ര സ്മാരകത്തിന്റെ നിലനിൽപ്പിനെ അപകടസന്ധിയിലാക്കുന്നത്. വിഷുവെത്തുന്നു, വിലക്കയറ്റത്തിൽ റിക്കാർഡ് തീർത്ത് വിപണി. സർക്കാരിന്റെ വില നിയന്ത്രണങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ലെന്നും ആക്ഷേപം. കുടിവെള്ളം മുട്ടി പെരിങ്ങോം പഞ്ചായത്തിലെ കുടുംബങ്ങൾ. ചെങ്ങറ സമരം ഒത്തുതീർപ്പിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കപ്പെട്ട 5ഓളം കുടുംബങ്ങളാണ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. വാർത്തകൾ വിശദമായി. കണ്ണൂർ ജില്ലയിലെ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് സമരം ആരംഭിച്ചു. ബോണസ് ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ തുടങ്ങിയ സമരം ജനങ്ങളെ ദുരിതത്തിലാക്കി. ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടു. വ്യാഴാഴ്ച വീണ്ടും ചർച്ച നടക്കും. ബോണസ് ആവശ്യപ്പെട്ട് ജില്ലയിൽ സ്വകാര്യ ബസ് തൊഴിലാളികൾ സംയുക്തമായി നടത്തുന്ന പണിമുടക്ക് തുടങ്ങി. മറ്റു ജില്ലകളിൽ നിന്നുള്ള ബസ്സുകളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ്സുകൾ കൂടുതലായി ഇറക്കിയിരുന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ ജില്ലാ ലേബർ ഓഫീസർ ചൊവ്വാഴ്ച ഉച്ചയോടെ നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് തൊഴിലാളികൾ സമരവുമായി മുന്നോട്ടിറങ്ങിയത്. ഈ വർഷത്തെ കസ്റ്റമറി ബോണസ് വിഷുവിന് മുമ്പായി വിതരണം ചെയ്യുക, DA വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. ബോണസ് പ്രശ്നത്തിൽ സമരം നടത്തിയ തൊഴിലാളികളുടെ സംയുക്ത ട്രേഡ് യൂണിയനുകളിൽ പയ്യന്നൂർ നഗരത്തിൽ പ്രകടനവും യോഗവും നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. CIT ജില്ലാ വൈസ് പ്രസിഡന്റ് TV കുഞ്ഞപ്പൻ പ്രസംഗിച്ചു. ഒരു വർഷക്കാലം തൊഴിലാളി ജോലി ചെയ്യുന്നതിൻ്റെ ആ കൂലിയുടെ അടിസ്ഥാനത്തിൽ അതിന് 20% ബോണസ് അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ലഭിക്കണം എന്ന പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. മാടായിക്കോട്ടയ്ക്ക് ഭീഷണിയുയർത്തി കോട്ടയുടെ താഴ്വാരത്തെ കുന്ന് സ്വകാര്യ വ്യക്തി ഇടിച്ചു നിരത്തുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് നടപടിയെന്നും ആരോപണം. ചരിത്രപ്രസിദ്ധമായ മാടായി തെക്കിനക്കൽ കോട്ടയ്ക്കും മാടായിപ്പാറക്കും ഭീഷണിയായി സ്വകാര്യ വ്യക്തി കുന്നിടിച്ചു നിരത്തുകയാണ്. JCB ഉപയോഗിച്ച് കുന്നിടിച്ചു നിരത്തി 100 കണക്കിന് ലോഡ് മണലാണ് ഇവിടെ നിന്നും കടത്തിയത്. കോട്ടയുടെ കിഴക്കുഭാഗത്തുള്ള കൽപ്പടവുകളും തകർത്തിട്ടുണ്ട്. അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരു ഫലവുമില്ല. ഇപ്പോഴും കുന്നിടിക്കൽ തുടരുകയാണ്. കുന്നിടിച്ചു നിരത്തുന്നത് ഭാവിയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും വഴിയൊരുക്കും. മാടായിപ്പാറയുടെയും കോട്ടയുടെയും നാശത്തിലേക്ക് ഇത് വഴിവെക്കും. പരിസ്ഥിതി പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച സംഭവം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ നടപടിയൊന്നും ഇതേവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന വ്യാപക പരാതി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചൂടുപിടിച്ച് തെരഞ്ഞെടുപ്പ് രംഗം കാണാം. പോളിംഗ് 2016. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണനെ മാറ്റാനുള്ള ശ്രമം പ്രവർത്തകരിൽ അമർഷത്തിനിടയാക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനാൽ UDF പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധവും ശക്തമാണ്. ഹൈക്കമാൻഡ് ഇടപെട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടും കല്യാശ്ശേരിയിൽ UDF സ്ഥാനാർത്ഥിയായില്ല. കല്യാശ്ശേരിയിൽ അമൃത രാമകൃഷ്ണൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരുന്നു. DCC ഓഫീസിൽ അമൃതയ്ക്ക് സ്വീകരണവും നൽകി. കല്യാശ്ശേരി മണ്ഡലത്തിലെ UDF ശക്തി കേന്ദ്രങ്ങളായ മാടായി മാട്ടൂൽ പഞ്ചായത്തിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി അമൃത പ്രചരണം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചയും നടത്തിയിരുന്നു. എന്നാൽ കല്യാശ്ശേരിയിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആവശ്യമുയർന്നതോടെ പ്രതിസന്ധിക്ക് കാരണമായത്. ഇത് UDF പ്രവർത്തകരെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥി TV രാജേഷ് MLA നേരത്തെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. BJP സ്ഥാനാർത്ഥി അരുൺകുമാറും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും UDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ സാധിക്കാത്ത നേതൃത്വത്തിനെതിരെ അണികളിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നേരത്തെ TV രാജേഷ് MLA 20,000-ലധികം ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലമാണ് കല്യാശ്ശേരി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. UDFന്റെ സ്ഥാനാർത്ഥി പട്ടിക കളങ്കിതരുടെ ലിസ്റ്റ് എന്ന് PK ശ്രീമതി MP. LDF കല്യാശ്ശേരി നിയോജക മണ്ഡലം കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു PK ശ്രീമതി MP. അങ്ങേയറ്റം നാണം കെട്ടതും മാനം കെട്ടതുമായ കേരളത്തിന് മാനക്കേടും അപമതിപ്പുണ്ടാക്കുന്നതായ
വൃത്തികെട്ട ഒരു ഭരണം ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല, നാടിന് ഒരു ഗുണവുമില്ല. ആർക്കാണ് ഗുണം ഭരിക്കുന്നത്? മന്ത്രിമാരെ കുറിച്ച് ആരെ കുറിച്ചെങ്കിലും നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ ഒരു നല്ല വാക്ക് പറയാൻ ഇവിടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? ഭരിക്കുന്നവർക്കു മാത്രം ഗുണം ലഭിച്ച ഒരു കാലഘട്ടമാണ് കഴിഞ്ഞുപോയത്. ഇത്രയും വൃത്തികെട്ട ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. സ്വന്തം പാർട്ടി പ്രവർത്തകരെങ്കിലും അംഗീകരിച്ചിരുന്നുവെങ്കിൽ അത്രയെങ്കിലും ആശ്വസിക്കാമായിരുന്നു. പക്ഷേ UDF സർക്കാരിന് അതിനുപോലും കഴിയുന്നില്ല, MP പറഞ്ഞു. ഒരു മന്ത്രി പോലും നല്ലതെന്ന് എടുത്തു പറയാനില്ല എന്ന് പറഞ്ഞ MP മന്ത്രിമാരെ പേരെടുത്ത് വിമർശിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിനായി ഒരു പറ്റം കളങ്കിതരുടെ ലിസ്റ്റുമായാണ് സുധീരൻ ഡൽഹിക്ക് പോയതെന്ന് MP പരിഹസിക്കുകയും ചെയ്തു. NCP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബാബു കാർത്തികേയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TV രാജേഷ്, CK ദാമോദരൻ, KK ജയപ്രകാശ്, KB വിജയൻ, PP ദിവ്യ, OV നാരായണൻ, K പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. താവം ബാലകൃഷ്ണൻ ചെയർമാനും PP ദാമോദരൻ കൺവീനറുമായുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. LDF INL സൗത്ത് തൃക്കരിപ്പൂർ ലോക്കൽ കൺവെൻഷൻ ഇളമ്പച്ചിയിൽ നടന്നു. CATU കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തത് ഈ 5 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും മറ്റ് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വളരെയേറെ സ്വാധീനമുള്ള 2 സംസ്ഥാനങ്ങളാണെന്ന് കേരളവും അതുപോലെ തന്നെ പശ്ചിമബംഗാൾ. C ബാലൻ അധ്യക്ഷത വഹിച്ചു. M ഗംഗാധരൻ, KV ജനാർദ്ദനൻ, KV അമ്പു, TV കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനമെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുടിവെള്ളം മുട്ടി പെരിങ്ങോം പഞ്ചായത്തിലെ ചെങ്ങറ പുനരധിവാസ കേന്ദ്രത്തിലെ 5ഓളം കുടുംബങ്ങൾ. ചെങ്ങറ സമരം ഒത്തുതീർപ്പിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കപ്പെട്ട 5ഓളം കുടുംബങ്ങളാണ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. തെരഞ്ഞെടുപ്പ് പത്രികയിൽ മാത്രം ഒതുങ്ങുന്ന ജീവിതങ്ങളെക്കുറിച്ച് ചെറുപുഴ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പെരിങ്ങോം വൈക്കര പഞ്ചായത്തിലെ കൊരങ്ങാടിനടുത്തുള്ള പാറയ്ക്കാണ് ഈ കുടുംബങ്ങൾക്ക് സർക്കാർ സ്ഥലം അനുവദിച്ചത്. ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അന്നു തന്നെ ഈ കുടുംബങ്ങൾ സർക്കാരിനെ അറിയിച്ചുവെങ്കിലും ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകാമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. പാറപ്പുറത്ത് മണ്ണിട്ടു നികത്തി കൃഷിയോഗ്യമാക്കാമെന്നും വീട്, വൈദ്യുതി, കുടിവെള്ളം എന്നീ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന നിർദ്ദേശവുമുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു പിടി മണ്ണ് പോലും ഈ പാറയിൽ ഇറക്കിയിട്ടില്ല. കുടിവെള്ളത്തിനായി ഒരു കുഴൽക്കിണർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലെ വെള്ളം കുളിക്കാനോ കുടിക്കാനോ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമാണ്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ വഴി വെള്ളമെത്തിക്കുന്നതിനായി 1 കിലോമീറ്റർ ദൂരെ ടാങ്ക് നിർമ്മിക്കുകയും ഇവരുടെയെല്ലാം വീട്ടുമുറ്റത്ത് ടാപ്പ് സ്ഥാപിക്കുകയും ചെയ്തിട്ട് വർഷങ്ങളായെങ്കിലും ഈ പൈപ്പിലൂടെ ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല. കുടിവെള്ളക്ഷാമത്തെക്കുറിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയപ്പോൾ ഇവരുടെ വീട്ടിനു മുന്നിൽ വലിയൊരു പ്ലാസ്റ്റിക് ടാങ്ക് പഞ്ചായത്ത് സ്ഥാപിക്കുകയാണുണ്ടായത്. ലോറിയിൽ വെള്ളമെത്തിച്ച് ടാങ്ക് നിറക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത് സ്ഥാപിച്ചതെങ്കിലും ഇതിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. തങ്ങളെ ഈ പാറയ്ക്ക് മുകളിലിട്ട് കൊടുംചൂടിൽ നാവു നനയ്ക്കാൻ ഒരിറ്റ് വെള്ളം പോലും നൽകാതെ കഷ്ടപ്പെടുത്തുന്നതിലും ഭേദം കൊന്നുകളയുകയല്ലേ എന്നാണ് ഈ പ്രദേശത്തുകാർ ചോദിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇലക്ഷൻ ഓർമ്മകൾ. രാഷ്ട്രീയ ഗുരുവിനെതിരെ മത്സരിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ വിള്ളലുണ്ടാക്കിയ ഓർമ്മയിൽ കഴിയുകയാണ് ചെറുപുഴയിലെ K കുഞ്ഞികൃഷ്ണൻ നായർ. 1987 തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി EK നായനാർക്കെതിരെയാണ് ഈ പഴയ കമ്മ്യൂണിസ്റ്റുകാരൻ വലതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. K കരുണാകരൻ്റെ വിശ്വസ്തനും KPCC മെമ്പറുമായ ഇദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർവ്വമത സമ്മതനാണ്. 1951 മുതൽ 61 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു EK നായനാർ. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ ചൈനയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത EMSനോട് വിയോജിച്ച് പാർട്ടിയിൽ നിന്ന് വിട്ടവരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. പിന്നീട് കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം നയിച്ച കുഞ്ഞികൃഷ്ണൻ നായർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും സർവ്വസമ്മതനാണ്. AI ഗ്രൂപ്പുകൾ രൂപീകൃതമായപ്പോഴും കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങിയപ്പോഴും ഇന്ദിരാഗാന്ധിയെയും കരുണാകരനെയും കൈവിടാൻ ഈ കോൺഗ്രസ്സുകാരൻ തയ്യാറായില്ല. ഐ ഗ്രൂപ്പിൽ ഉറച്ചുനിന്ന ഇദ്ദേഹം പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റായും ഇന്നും KPCC നിർവാഹക സമിതി അംഗമായും തുടരുന്നു. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന K കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ ബന്ധമാണുള്ളത്. കോൺഗ്രസ്സുകാരനാണെങ്കിലും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഇദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെയാണ് ചെറുപുഴക്കാർ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് രാഷ്ട്രീയപരമായ എതിർപ്പല്ലാതെ മറ്റൊന്നുമില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് മൂല്യച്യുതി നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം.
കർഷകർക്ക് വേണ്ടി രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇവരെയെല്ലാം മറന്നാണ് പ്രവർത്തിക്കുന്നതെന്നും ഇദ്ദേഹം പറയുന്നു. കോൺഗ്രസിലും പഴയകാലത്തെ പോലെയുള്ള ആത്മാർത്ഥതയും പ്രവർത്തനങ്ങളും ഒന്നുമില്ലെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. 85-ാം വയസ്സിലും രാഷ്ട്രീയ രംഗത്ത് സജീവമാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. LDF പെരളം ലോക്കൽ കൺവെൻഷൻ പെരളം UP സ്കൂൾ അങ്കണത്തിൽ നടന്നു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF പെരളം ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ പെരളം UP സ്കൂൾ അങ്കണത്തിൽ നടന്നു. ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരേണ്ടുന്ന ആവശ്യകത ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീകൃഷ്ണൻ MLA സൂചിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ മണ്ഡലത്തിലെ വികസന കാര്യങ്ങളും മറ്റ് ജനകീയ പ്രശ്നങ്ങളുമെല്ലാം അത് പരമാവധി നിയമസഭക്കകത്തും സർക്കാർ തലത്തിലുമെല്ലാം ഉന്നയിച്ച്. ചടങ്ങിൽ M. രാഘവൻ അധ്യക്ഷത വഹിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ, KV ബാബു, T. ഗോപാലൻ, C. ബാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് CPIM നേതാവ് T. ഗോപാലൻ പുത്തൂർ രചിച്ച LDF തിരഞ്ഞെടുപ്പ് പ്രചരണ ഗാനങ്ങളുടെ CD MLA പ്രകാശനം ചെയ്തു. KV ഗോവിന്ദൻ ഏറ്റുവാങ്ങി. C. കൃഷ്ണനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തു. നാട് വിഷുവിപണിയിലേക്ക് കടക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കടിഞ്ഞാണില്ലാതെ കുതിക്കുകയാണ്. സർക്കാരിൻ്റെ വില നിയന്ത്രണ ഉപാധികളൊന്നും ഫലപ്രദമാകുന്നില്ലെന്നും ആക്ഷേപം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടമോടുകയാണ് ജനങ്ങൾ. കഴിഞ്ഞ മാസം വരെ 32 രൂപ വിലയുണ്ടായിരുന്ന പഞ്ചസാര വില 40 രൂപക്ക് മുകളിലെത്തി. വറ്റൽമുളകിൻ്റെ വില റെക്കോർഡിലെത്തി നിൽക്കുകയാണ്. 3 മാസം മുമ്പ് കിലോക്ക് 80ഉം 100 രൂപയും ഉണ്ടായിരുന്ന വറ്റൽമുളകിന് 190 രൂപയാണ് ഇപ്പോഴത്തെ വില. ഉഴുന്നിൻ്റെ വില 180 രൂപയാണ്. കഴിഞ്ഞ മാസം വരെ 100 രൂപയ്ക്കടുത്ത് വിലയുണ്ടായിരുന്ന ചെറുപയറിന് 110 രൂപയായി ഉയർന്നു. തുവരപ്പരിപ്പിന് 160 രൂപ, കടലപ്പരിപ്പിന് 78 രൂപ, കടുകിന് 80 രൂപ, മല്ലിക്ക് 145 രൂപ എന്നിങ്ങനെയാണ് വില ഈടാക്കുന്നത്. സാധനങ്ങൾക്ക് ഇപ്പോൾ വില ഇരട്ടിയായി കൂടിയിട്ടുണ്ടെന്നാണ് വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നത്. ജനജീവിതം ദുസ്സഹമാക്കി പച്ചക്കറി വിലയും വർദ്ധിക്കുകയാണ്. തക്കാളി ഒഴിച്ചു നിർത്തിയാൽ പച്ചക്കറികൾക്കും വൻ വിലയാണ് മാർക്കറ്റിലുള്ളത്. 50 രൂപയുണ്ടായിരുന്ന മുരിങ്ങയ്ക്ക് 130 രൂപയാണ് ഇപ്പോഴത്തെ വില. പച്ചമുളകിന് 50 രൂപയും വെണ്ടയ്ക്കയ്ക്ക് 45 രൂപയും ബീൻസിന് 50 രൂപയും പയറിന് 50 രൂപയും ക്യാരറ്റിന് 50 രൂപയും ബീറ്റ്റൂട്ടിന് 45 രൂപയും വിലയാണ് ഈടാക്കുന്നത്. ജനങ്ങൾക്ക് ഇന്ന് ഉള്ള വില, അതായത് നിലവിൽ രാവിലെയുള്ള വിലയല്ല വൈകുന്നേരമാകുമ്പോൾ ഈ വിലയെല്ലാം തന്നെ ജനങ്ങളെ മനസ്സിലാക്കാൻ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഇന്ന് പഞ്ചസാരക്ക് വില 38 രൂപയാണെങ്കിൽ നാളെ രാവിലെ വരുമ്പോഴേക്കും 40 രൂപ 42 രൂപയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കുന്നതിലേക്ക് വളരെയധികം കഷ്ടപ്പാട് കച്ചവടക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. കനത്ത ചൂടിൽ പച്ചക്കറികൾ നശിച്ചു പോകുന്നത് കച്ചവടക്കാരെയും കടുത്ത തോതിൽ ബാധിക്കുന്നുണ്ട്. പലവ്യഞ്ജനങ്ങളുടെയും പച്ചക്കറികളുടെയും വിലവർദ്ധനവ് സാധാരണക്കാരെ പൊറുതിമുട്ടിക്കുമ്പോഴും പൊതുമാർക്കറ്റിൽ ഇടപെടാൻ സർക്കാരും തയ്യാറാവുന്നില്ല. പഞ്ചസാരക്ക് വൻതോതിൽ വില കയറുമ്പോൾ റേഷൻ കടകളിൽ പഞ്ചസാര കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതിയുമുണ്ട്. പൊതുവിപണിയിൽ 40 രൂപയുള്ള പഞ്ചസാരക്ക് 13 രൂപ 50 പൈസയാണ് വില. പലയിടങ്ങളിലും ഇവ എത്തിക്കാനും സർക്കാർ നടപടിയില്ല. വിഷു അടുത്തെത്തിയിട്ടും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കൺസ്യൂമർ ഫെഡിൻ്റെ സൂപ്പർ മാർക്കറ്റുകളെയും നന്മ സ്റ്റോറുകളെയും ഉപയോഗിച്ച് ഒരു ശ്രമവും നടക്കുന്നില്ല. സബ്സിഡികൾ ഇല്ലാത്തതിനാൽ മിക്ക സാധനങ്ങൾക്കും പൊതുമാർക്കറ്റിനുള്ള വിലയാണ് ഇവിടെ ഈടാക്കുന്നത്. പയ്യന്നൂർ തെരു കസ്തൂർബ സ്മാരക വായനശാല ഗ്രന്ഥാലയം ആതിഥ്യമരുളുന്ന സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് കഥാകാലത്തിന് ഏപ്രിൽ 9 തുടക്കമാകും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുസ്മേഷ് ചന്ദ്രത്ത് ഉദ്ഘാടനം ചെയ്യും. ഏപ്രിൽ 9, 10 തീയതികളിലാണ് സംസ്ഥാനതല ചെറുകഥാ ക്യാമ്പ് കഥാകാലം സംഘടിപ്പിക്കുന്നത്. മലയാളത്തിലെ വിവിധ തലമുറകളിലെ ഒന്നാം നിര കഥാകൃത്തുക്കൾ ക്യാമ്പിൽ അതിഥികളും അധ്യാപകരുമായി പങ്കെടുക്കും. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുസ്മേഷ് ചന്ദ്രത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്രകാരൻ കൂടിയായ മധുപാൽ, മനോരമ ചാനൽ വാർത്താവതാരകനും ചെറുകഥാകൃത്തുമായ പ്രമോദ് രാമൻ എന്നിവർ മുഖ്യാതിഥികളാകും. അശോകൻ ചെരുവിൽ, VR സുധീഷ്, EP രാജഗോപാലൻ, അംബിക സുധൻ മാങ്ങാട്, PVK പനയാൽ തുടങ്ങി 30ഓളം എഴുത്തുകാർ 2 ദിനങ്ങളിലായി എത്തിച്ചേരും.
പയ്യന്നൂർ കേരളത്തിന് സമ്മാനിച്ച 6 മുതിർന്ന എഴുത്തുകാരെ ക്യാമ്പിൽ ആദരിക്കും. സമാപന സമ്മേളനം ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ടി എ മധുസൂദനൻ അധ്യക്ഷത വഹിക്കും. വി കരുണാകരൻ MP, സി കൃഷ്ണൻ MLA, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ എന്നിവരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വിവിധ സെഷനുകളിലായി ക്യാമ്പിൽ സംബന്ധിക്കും. ചെറുകഥാ ക്യാമ്പിന്റെ ഭാഗമായി ഏപ്രിൽ 7 വ്യാഴാഴ്ച വൈകുന്നേരം 5 മണിക്ക് മഹാദേവ ഗ്രാമം കേന്ദ്രീകരിച്ച് ക്യാമ്പ് നഗരിയിലേക്ക് വിളംബര ഘോഷയാത്ര നടക്കും. ഘോഷയാത്രയുടെ ഉദ്ഘാടനം CV നാരായണൻ നിർവഹിക്കും. PV പ്രഭാകരൻ അധ്യക്ഷത വഹിക്കും. ജാഥയുടെ സമാപനം നഗരസഭാ വൈസ് ചെയർമാൻ KP ജ്യോതി ഉദ്ഘാടനം ചെയ്യും. VV സുധ അധ്യക്ഷത വഹിക്കും. ക്യാമ്പിലേക്കുള്ള ഉൽപ്പന്ന ശേഖരണ യാത്ര ഏപ്രിൽ 8 വെള്ളിയാഴ്ച നടക്കും. മമ്പലം, കൗവായി, കൊറ്റി, പുഞ്ചക്കാട്, കണ്ടങ്ങാളി, മാവിച്ചേരി, മഹാദേവഗ്രാമം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഉൽപ്പന്ന ശേഖരണ യാത്ര നടക്കുക. ശേഖരണ യാത്രയുടെ ഉദ്ഘാടനം തെക്കേമമ്പലത്ത് C ബാലഗോപാലൻ നിർവഹിക്കും. സമാപനം ക്യാമ്പ് നഗരിയിൽ അച്യുതൻ പുത്തലത്തിന്റെ അധ്യക്ഷതയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, M പ്രസാദ്, PK സുരേഷ് കുമാർ, VT റഹ്മാൻ മാസ്റ്റർ, CV ബാബ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. നാലുകെട്ട് മാതൃകയിൽ ഗളസ് ഭക്ഷ്യവിഭവമേളയുടെ നഗരി ഒരുങ്ങി. ഓല, കവുങ്ങ് തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ആകർഷകമായ നഗരി തയ്യാറാക്കിയിരിക്കുന്നത്. ദേശീയപാതയോരത്ത് കാഴ്ചക്കാർക്ക് വിരുന്നൊരുക്കിയാണ് കേരളീയ വാസ്തുവിദ്യാശൈലിയിൽ നാലുകെട്ടിന്റെ മാതൃകയിൽ കൂറ്റൻ നഗരി ഒരുങ്ങിയിരിക്കുന്നത്. സമീപത്തെ പെരുങ്കളിയാട്ട വേദികളിൽ നിന്നും മറ്റും ശേഖരിച്ച മുള, കവുങ്ങ് എന്നിവ ഉപയോഗിച്ച് തീർത്തും പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ ചൂടിന് വരെ ആശ്വാസം വേകും വിധത്തിലാണ് മേളയുടെ പ്രദർശന നഗരി ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 8 മുതലാണ് സ്പേസ് ഏഴിലോട് ആതിഥ്യമരുളുന്ന ഗളസ് തനത് ഭക്ഷ്യവൈവിധ്യമേള നടക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് മേള ഒരുക്കിയിരിക്കുന്നത്. 25ഓളം കാച്ചിൽ വർഗ്ഗങ്ങൾ, കൂർക്ക തുടങ്ങിയവ മേളയുടെ ഭാഗമാകും. പ്രദേശത്തെ കർഷകർ തന്നെ വിളയിച്ചെടുത്തതാണ് എന്ന പ്രത്യേകതയും ഈ വിഭവങ്ങൾക്കുണ്ട്. വൈവിധ്യമാർന്ന ഇലക്കറികൾ, ചക്ക, മാങ്ങ എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ മേളയെ ശ്രദ്ധേയമാക്കും. പ്രദർശനത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗം എന്ന് പറയുമ്പോൾ കാച്ചിലുണ്ട്, കൂവിയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ മധുരക്കിഴങ്ങുണ്ട്. കാച്ചിൽ തന്നെ 25ഓളം കാച്ചിലുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ 25 കാച്ചിലുകളും നമ്മൾ ഈ ഭാഗത്ത് തന്നെ കൃഷി ചെയ്തിട്ടും സമാഹരിച്ചുണ്ടാക്കിയാണ്. പുറമേ നിന്ന് വന്നൊരാൾ ചെയ്യുന്നതല്ല. പിന്നെയുള്ളത് ഇലക്കറികളാണ്. ഭക്ഷ്യയോഗ്യമായ ഒരുപാട് ഇലക്കറികളുണ്ട്. കേരളത്തിലെ ആദിവാസി സമൂഹം 125ഓളം ഇലകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരം അത്യപൂർവമായ ഇലകൾ നമ്മുടെ പ്രദർശനം. മേളയുടെ മുന്നോടിയായി വ്യാഴാഴ്ച 4:30 പിലാത്രയിൽ നിന്ന് വിളംബര ഘോഷയാത്ര നടക്കും. 5:30 സി കൃഷ്ണൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഭാഗമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ് നിർവഹിക്കും. 9 രാവിലെ 10 മണി മുതൽ പ്രദർശനം ആരംഭിക്കും. ഫുഡ് കോർട്ട്, വിത്ത് വിതരണം എന്നിവയും പ്രദർശനത്തിന്റെ ഭാഗമായി നടക്കും. ഏപ്രിൽ 10 രാവിലെ 10 മണി മുതൽ പ്രദർശനം നടക്കും. 5 മണിക്ക് സമാപന സമ്മേളനം സംവിധായകൻ മനോജ് ഖാന ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച CPIM വടശ്ശേരി മണൽ ബ്രാഞ്ച് സെക്രട്ടറി OV ബാബുവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ നിത്യസ്മാരകമായി ബാബുവിൻ്റെ അവയവങ്ങൾ ഇനി മറ്റുള്ളവരിൽ ജീവിക്കും. കെട്ടിടത്തിൽ നിന്നും വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച CPIM വടശ്ശേരി മണൽ ബ്രാഞ്ച് സെക്രട്ടറി ബാബുവിന് നാട്ടുകാരുടെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. കാങ്കോൽ EMS മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ശനിയാഴ്ച ചീമേനിക്കടുത്തെ വെളിച്ചംതോട്ടിൽ കെട്ടിട നിർമ്മാണത്തിനിടെയാണ് വീണു പരിക്കേറ്റത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലും മംഗളൂരു AJ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ഈ സമയത്ത് ബാബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുക എന്ന ആശയവുമായി ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തുകയായിരുന്നു. കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റായിരുന്ന P ശശിധരൻ, K രാജൻ, CPIM നേതാക്കളായ UV ശശീന്ദ്രൻ, PV ചന്ദ്രൻ, P രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം M രാജേഷ് എന്നിവർ ഉറ്റവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ചൊവ്വാഴ്ച ഉച്ചയോടെ ഭാര്യ സന്ധ്യ ആശുപത്രിയിലെത്തി സമ്മതപത്രം നൽകുകയും ചെയ്തു. വടശ്ശേരി മണലിലെ പിലാങ്കു അപ്പുക്കുട്ടൻ അടുക്കാടൻ വീട്ടിൽ ദേവി ദമ്പതികളുടെ മകനാണ്. 3 വയസ്സുകാരി ദിയാബാബു ഏകമക്കളാണ്. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ മൃതദേഹത്തിൽ രക്തപതാക പുതപ്പിച്ചു. CPIM പെരിങ്ങോം ഏരിയ സെക്രട്ടറി KV ഗോവിന്ദൻ, സി കൃഷ്ണൻ MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C സത്യപാലൻ, കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉഷ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ, P ശശിധരൻ, K രാജൻ, NK രാജൻ, UV ശശീന്ദ്രൻ, V നാരായണൻ, CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, കേരള പ്രവാസി സംഘത്തിൻ്റെ കാങ്കോൽ വെസ്റ്റ് സെക്രട്ടറി KV അബു തുടങ്ങിയ ഒട്ടേറെ പേർ മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പയ്യന്നൂർ ഫർക്ക ഖാദി ഗ്രാമോദയ സംഘം വിഷുവിപണി ദി ഇന്ത്യ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം ഖാദി ഗ്രാമോദയ സംഘത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാരമ്പര്യ തനിമയും കരകൗശല മികവും ഒത്തിണങ്ങിയ ഖാദി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു മഹോത്സവത്തിന്റെ ഭാഗമായി ഖാദി ഇന്ത്യ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. സംഘത്തിന്റെ കീഴിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 50ഓളം കേന്ദ്രങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഖാദി ഇന്ത്യ ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗ്രാമോദയ അങ്കണത്തിൽ പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ നിർവഹിച്ചു. ആദ്യ വിൽപ്പന MK തമ്പാൻ, KP കുഞ്ഞികൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പ്രസിഡന്റ് E രാമചന്ദ്രൻ, സെക്രട്ടറി EA ബാലൻ എന്നിവർ സംസാരിച്ചു. ഖാദി ന്യൂ ജനറേഷൻ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ബംഗാൾ മാസിൻ സാരികൾ, ജൂട്ടു സിൽക്കു സാരികൾ, കിടക്കകൾ, തലയണകൾ, റെഡിമെയ്ഡ് ഷർട്ടുകൾ, ജയ്പൂർ പ്രിന്റഡ് ബെഡ്ഷീറ്റുകൾ, ശ്രീകൃഷ്ണ പ്രതിമകൾ, മറ്റ് കരകൗശല വസ്തുക്കൾ എന്നിവ മേളയിൽ നിന്നും ലഭിക്കും. ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ റിബേറ്റും നൽകും. കൊടക്കാട് ചന്തു കളരി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അമ്പെയ്ത്ത് പരിശീലനവും ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് DYSP സുനിൽ ബാബു കേളോത്തും കണ്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 100-100ഓളം കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് കുറേ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഗ്രാമ അന്തരീക്ഷത്തിൽ ആ പഴയ കാലഘട്ടങ്ങളിൽ ഉള്ളതുപോലെ ആ ചിട്ടയോടുകൂടി പ്രാചീന കാലം മുതൽ മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് അമ്പും വില്ലും പോലെയുള്ള ആയുധങ്ങൾ കൊണ്ടായിരുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ DYSP സുനിൽ ബാബു കേളോത്തുംകണ്ടി പറഞ്ഞു. DYSP അമ്പെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായ കൊടക്കാട് ചന്തു കളരി സംഘത്തിലെ ജിതിന MS, അനാമിക S എന്നിവരെ ചടങ്ങിൽ വെച്ച് സുനിൽ ബാബു കേളോത്തുംകണ്ടി ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ചന്തു കളരി സംഘം PTA പ്രസിഡന്റ് TB ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പണ്ടുകാലത്ത് ഇടുക്കളിലായിരുന്നു മനുഷ്യൻ അമ്പെയ്ത് പരിശീലനം നടത്തിയിരുന്നതെന്നും ഇത്തരം ഇടുക്കൾ ഇന്നും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാനാകുമെന്നും അമ്പെയ്ത്ത് കുട്ടികളിൽ ലക്ഷ്യബോധം സൃഷ്ടിക്കുമെന്നും മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ RC കരിപ്പത്ത് അഭിപ്രായപ്പെട്ടു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീജിത്ത് പലേരി മുഖ്യാതിഥിയായി. EK സുനീഷ് ഗുരുക്കൾ, ക്രിസ്റ്റോ ഗുരുക്കൾ, വിനയൻ മാസ്റ്റർ, ശശികുമാർ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ 2016 ഏപ്രിൽ 26 മുതൽ മെയ് 8 വരെ നടക്കുന്ന കലശാട്ട് കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായാണ് നാൾമരം മുറിക്കൽ ചടങ്ങ് നടന്നത്. ചൂവാട്ടവളപ്പിൽ കൃഷ്ണൻകാരണവരുടെ വീട്ടിൽ നടന്ന ചടങ്ങിന് പയ്യന്നൂർ മാവിച്ചേരി മാധവൻ മേലാശാരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാൾമരം മുറിച്ച് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയേന്തിയ ബാലികമാരുടെയും മുത്തുകുടകളേന്തിയ വനിതകളുടെയും അകമ്പടിയോടെ പയ്യന്നൂർ പടോളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെത്തിച്ചു. ചടങ്ങിൽ ക്ഷേത്രേശ്വരന്മാരും കാരണവരും വാലിക്കാരുമടക്കം നിരവധി ഭക്തജനങ്ങളാണ് സാക്ഷികളായത്. ഓൾ കേരള ബേക്കറി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷനും കുടുംബസംഗമവും ഏപ്രിൽ 8 വെള്ളിയാഴ്ച പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. ഓൾ കേരള ബേക്കറി വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മേഖലാ കൺവെൻഷനും കുടുംബസംഗമവും ഏപ്രിൽ 8 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. തൃക്കരിപ്പൂർ MLA K കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് രവി കാര്യാട്ടുപുറം, പയ്യന്നൂർ മേഖലാ സെക്രട്ടറി അനിൽ ഖാനാപുറം, ഷാജി T, മനോജ്, ശ്രീജേഷ്, സന്തോഷ് കുറ്റൂർ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. KSFE ജീവനക്കാരുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കുടുംബസംഗമം ചെറുവത്തൂരിൽ നടന്നു. K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. കൗതുകമായി +2 വിദ്യാർത്ഥിയുടെ തെയ്യക്കോലം. ചെറുകാനം അങ്കക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഉദനൂർ സ്വദേശി വിഷ്ണു മടയിൽ ചാമുണ്ടി കോലം ധരിച്ച് കാണികളെ വിസ്മയിപ്പിച്ചത്.
തെയ്യംകലയിലെ പരിചയസമ്പന്നന്മാരെ പോലും അതിശയിപ്പിക്കും വിധത്തിലാണ് വിഷ്ണു തൻ്റെ അരങ്ങേറ്റത്തിൽ മടയിൽ ചാമുണ്ടി തെയ്യമായി ഉറഞ്ഞാടിയത്. തെയ്യങ്ങളിൽ ചുവടുകളിലും ചടങ്ങുകളിലും അതീവ ശ്രദ്ധ വേണ്ട തെയ്യക്കോലമാണ് മടയിൽ ചാമുണ്ടിയുടേത്. അന്തരിച്ച പ്രശസ്ത തെയ്യം കലാകാരൻ വേണുഗോപാലിൻ്റെയും അനീഷയുടെയും രണ്ടാമത്തെ മകനാണ് വിഷ്ണു. ഉദനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയാണ്. വലിയച്ഛൻ രാധാകൃഷ്ണനാണ് തെയ്യം കലയിൽ വിഷ്ണുവിൻ്റെ ഗുരു. ചെറുപ്രായത്തിൽ തന്നെ തെയ്യം കെട്ടിനൊപ്പം മുഖത്തെഴുത്തിലും ഈ മിടുക്കൻ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുണ്ട്. തെയ്യത്തിന് പുറമെ ഫുട്ബോളാണ് വിഷ്ണുവിൻ്റെ ഇഷ്ടമേഖല. അധ്യാപകരും സഹപാഠികളുമടക്കം നിരവധി പേരാണ് വിഷ്ണുവിൻ്റെ തെയ്യക്കോലം കാണാൻ അങ്കക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തിമിര രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കും. തിരുനാൾ മഹോത്സവത്തിനോടനുബന്ധിച്ചായിരിക്കും ഫുഡ് ഫെസ്റ്റ്. തിമിര രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് കോഴിച്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നു. തിരുനാൾ ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിൽ നാടൻ, നോർത്ത് ഇന്ത്യൻ, യൂറോപ്യൻ, ഇറ്റാലിയൻ, അറേബ്യൻ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാകും. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് തിമിര രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കും. 13-ന് രാവിലെ 10 മണി മുതൽ തിമിര രോഗ നിർണയ ക്യാമ്പ് നടക്കും. ഫുഡ് ഫെസ്റ്റ് ചെറുപുഴ SI KV സ്മിതേഷ് ഉദ്ഘാടനം ചെയ്യും. രാത്രി 9-ന് ടൂമൻ ഷോയും ഉണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ടോമി എടാട്ട്, കൈക്കാരൻ പോൾ കൂട്ടുങ്കൽ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. വിഷയം പഠിക്കുന്നതിന് സുപ്രീം കോടതി 3-അംഗ സമിതിയെ നിയോഗിച്ചു. പ്രേക്ഷക പ്രതികരണങ്ങൾ. വഴി ഒന്നേ ഉള്ളൂ, നമുക്കറിയാം, പൊതുജനങ്ങളുടെ സഹകരണം. പൊതുജനങ്ങളുടെ സഹകരണമില്ലാതെ ഇതൊന്നും നടക്കില്ലല്ലോ. ഏതായാലും പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി വളരെ ആധികാരികമായി തന്നെ ജനങ്ങൾക്ക് ഇങ്ങനെയൊരു ശല്യം ഉണ്ടാവാത്ത രീതിയിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്. അതിന് ഈ സമിതി, നിയോഗിക്കപ്പെട്ട സമിതി അതിനുവേണ്ടി പ്രവർത്തിച്ച് നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ ഈ ഒരു ഭീതി ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. ഒന്ന് തെരുവുനായകളുടെ ശല്യം ഒഴിവാക്കലാണ് പ്രധാനം. നായകളുടെ ശല്യം കൊണ്ട് കുട്ടികളടക്കം, സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം ഉപദ്രവിക്കുന്നു. അതുപോലെ തെരുവിൽ കിടന്നിറങ്ങുന്ന കുട്ടികളടക്കം ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആ നായ്ക്കള എങ്ങനെയായാലും അതിനിപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നതിന് പ്രശ്നങ്ങളുണ്ടാവും. എന്നിരുന്നാലും അതിനെ ഒഴിവാക്കുന്ന രീതിയിലേക്കല്ല, വിടുന്ന രീതിയിലേക്കല്ല സംഘം കോടതി അടക്കം ഓടാൻ വേണ്ടിയിട്ട് വേണമെന്നുള്ളതാണ് പറയാനുള്ളത്. അടിച്ചതിന് ശേഷം നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു കമ്മിറ്റിയാക്കും അതെല്ലാം വലിയ നൂലാമാലകൾ പിന്നെ ഇതിൻ്റെ ഇടയിലുണ്ടാവും. ഇതിനെക്കൊണ്ടും കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പരമാവധി ഈ നായികളുടെ ശല്യം, ഒരു നായിക്കാരുടെ ശല്യം ഒഴിവാക്കുക ഈ കോടതി അടക്കം എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ഈ നാഗാലാൻഡ് പോലെയുള്ള പ്രദേശത്ത് പട്ടി ഇറച്ചി നന്നായി ഭക്ഷണമായിട്ട് കഴിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നമുക്കിവിടുന്ന് ഈ മുഴുവൻ അലഞ്ഞു നടക്കുന്ന പട്ടികളെ ഓരോ പ്രദേശത്തുനിന്നും നമ്മൾ ശേഖരിച്ച് ഓരോ വണ്ടിയിലാക്കിയിട്ട് നാഗാലാൻഡിൽ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ശല്യം ഒഴിവാവുകയും ചെയ്യും, അവർക്കിതൊരു ഭക്ഷണമാവുകയും ചെയ്യും. നമുക്ക് ആവകിൽ എന്തെങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ പറ്റും, അത് ആവുകയും ചെയ്യും. അതായിരിക്കും ഇതിന് ഏറ്റവും നല്ലൊരു മറുമരുന്ന്. നമ്മൾക്ക് ഏതായാലും കൊല്ലേണ്ട പണിയില്ല, കൊല്ലേണ്ട പണിയൊക്കെ അവരെ ഏറ്റെടുത്തോളും. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ ഈ കർണാടകത്തിൽ നിന്ന് പശുവിനെ, ആട്ടിനെ ഇതെല്ലാം കൊണ്ടുവരും പോലെ നമ്മൾ ഈ പട്ടീനെ നാഗാലാൻഡ് ഗവൺമെൻറ് സംസാരിച്ചിട്ട് നമ്മൾ കയറ്റി അയക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു വളരെ നല്ല കാര്യമാണ്. കാരണം ഒരു ആനുകൂല്യവും കിട്ടാതെ ആശുപത്രിയിൽ ചെന്നാൽ മരുന്ന് കിട്ടാനില്ല. ആ വിധത്തിൽ വളരെയധികം ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ തീരുമാനത്തിൽ കൂടി ഈ 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം നല്ലൊരു തീരുമാനം വരികയാണെങ്കിൽ അത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ജനങ്ങൾക്ക് അതിൽ വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം, മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കണ്ണൂർ ജില്ലയിലെ ബസ് തൊഴിലാളികൾ നടത്തുന്ന പണിമുടക്ക് സമരം ആരംഭിച്ചു. ജോയിന്റ് ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ ഒത്തുതീർപ്പ് ചർച്ച പരാജയം. വ്യാഴാഴ്ച വീണ്ടും ചർച്ച. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥി അമൃത രാമകൃഷ്ണനെ മാറ്റാൻ ശ്രമം. പ്രതിഷേധവുമായി UDF പ്രവർത്തകർ. മാടായിക്കോട്ട ഇനി എത്ര കാലം? അനിയന്ത്രിതമായ കുന്നിടിക്കലാണ് ഈ ചരിത്ര സ്മാരകത്തിന്റെ നിലനിൽപ്പിനെ അപകടസന്ധിയിലാക്കുന്നത്. വിഷുവെത്തുന്നു. വിലക്കയറ്റത്തിൽ റിക്കാർഡ് തീർത്ത് വിപണി. സർക്കാരിന്റെ വില നിയന്ത്രണങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ലെന്നും ആക്ഷേപം. കുടിവെള്ളം മുട്ടി പെരിങ്ങോം പഞ്ചായത്തിലെ കുടുംബങ്ങൾ. ചെങ്ങറ സമരം ഒത്തുതീർപ്പിന്റെ ഭാഗമായി പുനരധിവസിപ്പിക്കപ്പെട്ട 5ഓളം കുടുംബങ്ങളാണ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ ദുരിത ജീവിതം തള്ളി നീക്കുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.